ഹായ്, ഐ എം എ കെ എം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ നമ്മളൊരു പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, മാരുതിയുടെ ബ്രസ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐ എം എ കെ എം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുടെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 1497 cc 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അതായത് 1.5, ഏകദേശം 103 PS 137 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. അപ്പോൾ ഈ കളർ ഒരു വെറൈറ്റി കളറാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മാഗ്മ ഗ്രേ എന്നാണ് ഈ കളറിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ റോഡിൽ അങ്ങനെ എപ്പോഴും കാണാൻ പറ്റാത്തൊരു കളറാണത്. ലുക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ പഴയ ബ്രസയും പുതിയ ബ്രസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസം, നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് നമുക്ക് വണ്ടിക്ക്. അത് ലൈറ്റുകളായാലും അതുപോലെ ആ ഒരു ബമ്പറിൻ്റെ ഇതൊക്കെ ആയാലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കി തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റ് ഇത് അതിനു മുമ്പ് നമ്മൾ പറയാൻ പറ്റുന്ന പോയി നമ്മുടെ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ VXi ആണ്. VXi മാനുവൽ വേരിയൻ്റാണ് നമ്മൾ എടുത്തേക്കണം. നമ്മുടെ ബേസ് മോഡലും തൊട്ട് മുകളിലുള്ള വേരിയൻ്റാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നോക്കി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇതിൻ്റെ LED ഒന്നല്ല വരുന്നത്, നോർമൽ ഹാലജൻ ലൈറ്റാണ്. ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ. പിന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫോഗ് ലാമ്പ് നമ്മുടെ എക്സ്ട്രാ ചെയ്ത കേട്ടോ. ഇതൊരു അർബാനോ എന്ന് പറഞ്ഞ ഒരു കിറ്റിൽ വന്ന ഒരു ഇതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാരുതിയുടെ ലോഗോ, നമ്മുടെ കൈയിൻ്റെ ഒക്കെ അത്ര മാരുതിയുടെ വലിയൊരു ലോഗോ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്രോമിൻ്റെ എലമെൻറ്റ് താഴോട്ട് വരികയാണെങ്കിൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ വണ്ടിക്ക് ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയൊന്നുമല്ല, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി തന്നെയാണിത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ. നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ സാധനമാണ്. ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്താണ്. ഈ അർബാനോ എന്ന് പറഞ്ഞ കിറ്റിൽ വരുന്ന ഒരു സാധനമാണ്. വീലാർച്ച് പോലെ തള്ളിയിരിക്കുന്ന സംഭവം. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് MRFൻ്റെ ടയറാണ്. ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 215/60R 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. പിന്നെ നമുക്ക് ഇതിന് സൈഡിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താട്ടോ. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താണ്. കുറച്ച് മഴയത്ത് ഓടി വന്നപ്പോഴത്തേക്കും ചെളി ആയിട്ടുണ്ട് വണ്ടിക്ക്. പിന്നെ ഇതാണ് നമ്മുടെ സൈഡ് ഇത് ചെയ്യണത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തേക്കണ നമ്മുടെ റെയിൻ ഗാർഡ് നമ്മൾ എക്സ്ട്രാ ചെയ്ത്, ഇതൊക്കെ നമ്മൾ കമ്പനി ഫിറ്റായിട്ട് ചെയ്താട്ടോ. പിന്നെ ഇതിൻ്റെ ORMs നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി കളറാണ്. അതിൽ നമ്മൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ VXi മോഡലാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റും ഫോൾഡ് ചെയ്യണം എല്ലാം പറ്റണത് ഈ ഒരു VXi വേരിലാണ്. അതുകൊണ്ടാണ് നമ്മൾ VXi കൂടുതൽ എടുത്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇത് LED ലൈറ്റാണ്. ഇത് എലിമിനേറ്റ് ചെയ്യില്ല, ഈ ഒരു ഭാഗം മാത്രമാണ് എലിമിനേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ബ്രസ എന്ന് പറഞ്ഞൊരു വലിയൊരു ബാഡ്ജ്, അതിൽ നമ്മുടെ മാരുതിയുടെ ലോഗോ. പിന്നെ നമ്മുടെ മുകളിലിട്ട് വരികയാണെങ്കിൽ വൈപ്പർ വരുന്നില്ല. വൈപ്പർ നമ്മളെ ZXi ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള പേരിലാണ് നമുക്ക് വൈപ്പർ വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഡീഫോഗർ. അതുപോലെ നമ്മുടെ സ്റ്റോപ്പിംഗ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഷാർഫിൻ ആൻറ്റിന. ഗുഡ് ജോബ് മാരുതി. അപ്പോൾ ഇതിനു മുമ്പൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, മാരുതിയുടെ വണ്ടിക്കൊന്നും ഇതുണ്ടായിരുന്നില്ലാത്തതാണ്. അത്യാവശ്യം നല്ല വീതി നീളമുള്ള വണ്ടിയാണ്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയാലും നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി തന്നെയാണ്. നമുക്ക് എവിടെയും അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഇത് ഞാൻ അടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ 4 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ എല്ലാ വേരിയലിലും കൊടുക്കണതാണ്. അതുപോലെ അടിയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ക്യാമറ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്താട്ടോ. ക്യാമറ നമ്മൾ ഇതിനകത്ത് വണ്ടിയിൽ VXiൽ വന്നതല്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ ബൂട്ട് തുറക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അവിടെ പിടിച്ചാണ് നമ്മൾ ഈ വണ്ടിയുടെ ഇത് പ്രസ് ചെയ്യണത്. തുറക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് മറ്റേ ഇലക്ട്രോണിക് ട്രെയിൽ ഗേറ്റൊന്നും അല്ല വേണ്ടത്. നമ്മൾ കൈ കൊണ്ട് ഈ സ്വിച്ചിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ. അത്യാവശ്യം നോക്കുമ്പോൾ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. നമുക്കൊരു വലിയ ലോങ് യാത്രയ്ക്ക് പോലും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് അതുപോലെ ഇതിൻ്റെ സ്പെയർ കീ ഇവിടെ ഉണ്ട്. ഏകദേശം ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ തന്നെ അത് 215/60R 16 ഇഞ്ച് തന്നെയാണ്. അതിലൊരു വ്യത്യാസമൊന്നുമില്ല. പാർസൽ ട്രേ ഇത് നമ്മൾ എക്സ്ട്രാ വെച്ചാട്ടോ. ഇത് നമ്മളിലും വരില്ല. ZXi പ്ലസ്സിൽ പോലും ഇതിന് പാർസൽ ട്രേ വരുന്നതല്ല. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അത് കുഴപ്പമില്ല. അതുപോലെ നമുക്ക് 60/40 ഷീറ്റ് വരുന്നുണ്ട്. നമ്മൾ ഇതൊന്ന് താത്തിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമൊരു സാധനം. അത് പിടിച്ച് പോയാൽ വണ്ടിയല്ല, സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ആവുകയാണ് ചെയ്യണത്. നമ്മളിത് ഇവിടെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം അടയ്ക്കണത്.
അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. മാരുതിയുടെ മറ്റ് വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാരുതിയുടെ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട്. EXI വേരിയൻ്റാണ് നമ്മൾ എടുത്തേക്കണം. ഇതിൻ്റെ ZXIയും പ്ലസ്സിലാണ് നമുക്ക് അലോയ് വീൽ വരുന്നത്. ഇത് പിന്നെ നമ്മളെല്ലാവരും കമ്പനിയിൽ നിന്ന് അലോയ് വീൽ കയറ്റില്ല, പുറത്തുനിന്ന് നമ്മൾ കയറ്റുകയാണ് ചെയ്യണത്. ഇതും മോശമൊന്നുമല്ല. ഇത് എന്നാലും നമുക്ക് ഈ നോർമൽ വീൽ കപ്പാണ് വരുന്നത്. അലോയ്സ് ഈ വേരിലൊന്നും വരുന്നില്ല. നമുക്ക് അതൊക്കെ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്യുകയാണ് പതിവ് എല്ലാവരും. അകത്തേട്ട് കയറുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ കീ. മാരുതിയുടെ പണ്ടത്തെ വണ്ടിയിലൊക്കെ തന്നെ സെയിം കീ തന്നെയാണ്. നമുക്ക് ഇതിൽ ലോക്കും അൺലോക്കും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടി അകത്തേട്ട് കയറുവാണെങ്കിൽ തുറക്കുമ്പോഴായാലും നമുക്ക് കാണാതെ ബ്രസാന്ന് എഴുതിയേക്കുന്ന ഒരു ഇതാണ്. ഇതിൽ 3D മാറ്റാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വണ്ടി മാനുവൽ ഗിയർ ബോക്സുള്ള വണ്ടിയാണ്. അതിൽ ഒരു നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പെഡൽ കൊടുത്തേക്കുന്നു. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ. ഇത് മാനുവലി നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് VXI മോഡിലോട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഡോർ പാഡാണ്. ഡോർ പാഡ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ 4 വിൻഡോയും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഈ ഫ്രണ്ട് ഡോറ് ഇത് മാത്രം നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ലോക്ക്, അൺലോക്ക്, അതുപോലെ നമ്മുടെ ഗ്ലാസ് ലോക്ക്, മിറർ ഫോൾഡിങ്, ഇതെല്ലാം ഈ വേരിയൻ്റാണ് നമുക്ക് മിറർ ഫോൾഡിങ്, ഇലക്ട്രോണിക് മിറർ ഫോൾഡിങ് നമ്മൾ ഈ വേരിയൻ്റോടെ VXI തൊട്ടാണ് നമുക്ക് വരുന്നത്. 4 സ്പീക്കേഴ്സ് നമ്മൾ ഈ വേരിയൻ്റിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ട്വിറ്ററൊന്നും വരുന്നില്ല. ട്വിറ്ററൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കണം. ഇത് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അകത്ത് സ്പീക്കറൊന്നുമില്ല. പിന്നെ നമുക്ക് നമുക്ക് വെള്ളം കുപ്പിയൊക്കെ വെക്കാനുള്ള പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ നമ്മുടെ മാരുതി ബ്രസയുടെ ഇൻറ്റീരിയർ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ ഒന്നുകൂടി കാണിക്കുകയാണ്. അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ ഒരു ഇൻറ്റീരിയറാണ് വണ്ടിയുടെ. നല്ല രസമുള്ള ഇൻറ്റീരിയറാണ്. നല്ല കുഷനിങ്ങും സീറ്റാണ്. പിന്നെ ഈ സീറ്റ് നമ്മൾ എക്സ്ട്രാ ഈ സീറ്റ് കവർ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. ഇതിൻ്റെ സൈഡിൽ എയർ ബാഗ് ഉണ്ട്. നിങ്ങൾ ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ എയർ ബാഗ് വന്നുകൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബാക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ സീറ്റ്. പക്ഷേ നിങ്ങൾ ഫ്രണ്ടിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് എയർ ബാഗ് കണ്ടുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ സീറ്റ് ഒന്ന് പുറകോട്ടിട്ടിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. പിന്നെ ഇത് ഈ ടെക്സ്റ്റേഡ് കണ്ടോ, ഇത് നമ്മൾ ഈ ഒരു ഇതിൽ വന്നെയല്ല, നമ്മുടെ മാരുതി VXIയിൽ വന്നെയല്ല. ഇത് ഈ അർബാനോ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇതാണ്. വണ്ടിയുടെ ഇവിടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ. ഇത് ഫോഗ് നമ്മൾ പറഞ്ഞില്ല എക്സ്ട്രാ വെച്ചതാണ്, അതിൻ്റെയാണ് ഈ സ്വിച്ച്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലർ. പിന്നെ കാണാം ഈ ഒരു ടെക്സ്റ്റൈൽ നമ്മൾ എല്ലാത്തിലും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മുടെ ആ ഒരു കിറ്റിൽ വരുന്ന ഭാഗമാണ് ഈ സംഭവം. ഇത് നമുക്കിത് ഈ കംപ്ലീറ്റ് ഈ ഭാഗത്ത് മൊത്തം നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നുണ്ട്. കണ്ട AC വിൻഡിൻ്റെ ഭാഗത്തായാലും എല്ലാത്തിലും നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ മീറ്ററിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ, ആദ്യം നമ്മുടെ സ്റ്റിയറിംഗ് വീല് അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്രൂയിസ് കൺട്രോളൊന്നും ഈ വേരിയൻ്റിൽ വരുന്നില്ല. അതൊക്കെ ZXI പ്ലസ്സിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിലൊന്നും വരുന്നില്ല. ഇതിൽ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് വരുന്നത്. നമുക്ക് വോളിയം അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാം. സൈലൻറ്റ് മോഡ്, ഇതിൽ നമ്മളെ ടെലിഫോണിയുടെ സ്വിച്ചുകളാണ്. ഇത് ബ്ലൂടൂത്ത് കട്ട് ചെയ്യണതും കോൾ കട്ട് ചെയ്യണതും കോഡ് എടുക്കണതൊക്കെ സ്വിച്ചുകളാണ്. ലൈറ്റിൻ്റെ കൺട്രോൾസും ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസാണ്. വേറെ ക്രൂയിസ് കൺട്രോളൊന്നും വന്നില്ല. പിന്നെ നമ്മൾ ലെതർ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താട്ടോ. ഈ ഒരു കവറിങ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ നമ്മുടെ മീറ്ററിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ RPM മീറ്റർ, അതുപോലെ സ്പീഡോ മീറ്റർ, അതിന് നടുക്കൊരു ചെറിയൊരു MIDയും കൂടി ഉണ്ട്. നമ്മളൊന്ന് വണ്ടി ഒന്ന് ഓണാക്കുകയാണെങ്കിൽ നമ്മൾ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. വണ്ടിയുടെ ഫ്യൂവലിൻ്റെ എത്രയാണ്, എന്തോരം ഉണ്ട്, അതിലും ആവറേജ് മൈലേജ്, അതുപോലെ നമ്മുടെ ടെമ്പറേച്ചർ, വണ്ടിയുടെ സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ്, ഇങ്ങനത്തെ എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എൻജിൻ ലാമ്പ്, ഇതിൻ്റെയൊക്കെ നമ്മൾ അതിൻ്റെ മീറ്ററിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വേറെ സൈഡിലോട്ട് വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ സ്ക്രീനിട്ട് വരികയാണെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. അത്യാവശ്യം ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡൊക്കെ വയർലെസ് അല്ല, വയേർഡാണ്. നമ്മൾ വയർ കുത്തിയിട്ട് വേണം നമുക്കെല്ലാം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് അത്യാവശ്യം നല്ല വലിയ ഡാഷ്ബോർഡ്. അങ്ങനെ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ കണ്ടോ നല്ല വ്യൂ ഉണ്ട്. കുറച്ച് നല്ല ഹൈറ്റുള്ള വണ്ടിയാണിത്. അതുപോലെ നമുക്ക് നല്ല സുഖമായിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. പിന്നെ ഇതിനകത്തായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കണ്ടോ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ നമുക്ക് ഇതാണ്. അതിൽ വോളിയം അപ്പ്, വോളിയം ഡൗൺ, ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ റേഡിയോ കണക്റ്റ്, നമ്മുടെ കണക്റ്റ് ഓൺ പ്ലീസ് കണക്റ്റ് യുവർ നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തുള്ള. അതുപോലെ മ്യൂസിക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ FM, AM, ബ്ലൂടൂത്ത്, USB ഒക്കെ നമുക്കിത് സപ്പോർട്ടറാണ്. അതുപോലെ മീഡിയയിലായിട്ട് ഫോണിലോട്ട് നോക്കുകയാണെങ്കിൽ പെയർ ഡിവൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ചെയ്യാൻ പറ്റും.
അതുപോലെ നമുക്ക് ഇതിൽ ഓരോരോ പിന്നെ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. ഒക്കെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് പഠിച്ച് തന്നെയാണുള്ളൂ. പിന്നെ അടിയിലിട്ട് പോകുകയാണെങ്കിൽ ഇത് AC വെൻറ്റുകൾ, ഇതിൽ നടുക്ക് നമ്മുടെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച്. അതുപോലെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നമുക്കിത് AC നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വരികയാണെങ്കിൽ നമ്മുടെ AC ഓൺ ഓഫ് ഓട്ടോ ഫ്രണ്ട് ബാക്കിലും നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് AC വെൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെയാണ് ഈ സ്വിച്ച്. പിന്നെ അടിയിലിട്ട് വരികയാണെങ്കിൽ നമ്മുടെ USB 12 വാട്ടിൻ്റെ നമുക്ക് ചാർജ് വരുന്നത്. അതുപോലെ ഇപ്പുറത്ത് നമുക്കൊരു USB ഇത് വരുന്നുണ്ട്, ഇതാണ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മാനുവൽ ഗിയർ ബോക്സ്, ഇത് 5 സ്പീഡ് മാനുവലാണ്. നമുക്കൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും കൂടി നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എടുത്തേക്കണ മാനുവലാണ്. പിന്നെ നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക്, പിന്നെ ഹാൻഡ് റെസ്റ്റ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ വെക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഫ്രണ്ടിൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ, നമ്മുടെ ഗ്ലാസ്, ഇത് ഫ്രണ്ട് ഗ്ലാസ്, നമ്മുടെ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ ഒറ്റ പ്രസ് വയ്ക്കുക, വണ്ടി ഇങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇത് ഫോൾഡിങ്, ഈ ഫോൾഡിങ് നമുക്ക് ഈ വേരിയലിലാണ് വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യണത്. കണ്ടോ, സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഈ വേരിയലിലാണ്. പിന്നെ നമ്മൾക്ക് മിറർ വെക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, മാനുവലാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പീക്കർ കാണാം, പിന്നെ ഒരു വാനിറ്റി മിറർ കാണാം, അതിൽ എയർ ബാഗിൻ്റെ ഇതൊക്കെ കാണാം. നമുക്ക് ഈ വണ്ടിയിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, അതിൻ്റെയാണ് ഇത്. പിന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് നമുക്ക് സെറ്റപ്പ് ഉണ്ട്. വേറെ പിന്നെ ഇവിടെ നമുക്ക് ഹാൻഡിൽ വണ്ടി പിടിച്ചൊക്കെ ഇരിക്കാം, നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രയാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ പുറകിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ആണെങ്കിൽ നമ്മൾ വിശാലമായ ബാക്ക് ഡോറാണ്, അതിൽ നമ്മുടെ ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തേക്കും. പിന്നെ നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച് കൊടുത്തേക്കണം. അത്യാവശ്യം ഇവിടെ കപ്പ് ഹോൾഡർ, സ്പീക്കേഴ്സ്, പിന്നെ ബ്രസ്സാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടുപോലെ ഇത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ആംറസ്റ്റ് അത് 2 കപ്പ് ഹോൾഡർ കൊടുത്തേക്കണം. അതുപോലെ AC വെൻറ്റ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താട്ടോ. പിന്നെ ഇവിടെ 4 കിലോ മാക്സിമം എന്ന് പറയുന്നുണ്ട്, ഒരു സാധനം തൂക്കിയേക്കണം. വേറെ പ്രത്യേകമായിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വണ്ടി കയറാനൊന്നും വലിയ പാടൊന്നുമില്ല. അതുപോലെ ഇപ്പോൾ എൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഇടിക്കാം, എനിക്ക് തലയൊന്നും മുട്ടണ ഒരു ഇതില്ല. അതുപോലെ കാല് നോക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്കിരിക്കാം, വലിയ പാടൊന്നുമില്ല. ഇതാണ് ഫ്രണ്ട് ഒരു വ്യൂ. നല്ല യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള വണ്ടി തന്നെയാണ് ബ്രസ. ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയതായിട്ട് വീണ്ടും കാണാം. ബൈ.